ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷനിൽ വന്നിരിക്കുന്ന വാക്കൻസീസിനെ കുറിച്ചിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. പരസ്യ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ജോബ് ലൊക്കേഷൻ കേരള തന്നെയാണ് വരുന്നത്. കാർബൺ ഓഡിറ്റിംഗ് ഓഫീസറായിട്ട് ഒരു വേക്കൻസി, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റിൽ ഒരു വേക്കൻസി, കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസറിൽ ഒരു വേക്കൻസി, സയൻസ് കണ്ടന്റ് റൈറ്ററിൽ ഒരു വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് ഓഫീസറായിട്ട് ഒരു വേക്കൻസിയിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സാലറി ഡീറ്റെയിൽസ് നോക്കാം. കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ, കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ എന്നീ തസ്തികയിൽ 1,25,000 മുതൽ 1,70,500 വരെയാണ് സാലറി വരുന്നത്. സയൻസ് കണ്ടന്റ് റൈറ്ററിൽ 75,000 മുതൽ 1,00,000 വരെയും, മൾട്ടി ടാസ്കിംഗ് ഓഫീസർക്ക് 21,175 രൂപ വരെയാണ് സാലറി പാക്കേജ് വരുന്നത്. ഏജ് ലിമിറ്റ്, കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കോംപ്ലിയൻസ് ഓഫീസറിൽ 50 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സയൻസ് കണ്ടന്റ് റൈറ്ററിന് 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ അവസരമുണ്ട്. മൾട്ടി ടാസ്കിംഗ് ഓഫീസറിലോട്ട് 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കാം. കാർബൺ ഓഡിറ്റിംഗ് ഓഫീസറിന് വരുന്ന ക്വാളിഫിക്കേഷൻ MTech ആണ്. എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിൽ 65% മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. മിനിമം 2 വർഷത്തെ പോസ്റ്റ് PhD എക്സ്പീരിയൻസ് ഇൻ ലോക്കൽ ഗവൺമെൻറ് പ്ലാനിങ്ങിലാണ്. എസെൻഷ്യൽ സ്കില്ലായിട്ട് പറഞ്ഞിരിക്കുന്നത് MATLAB ആണ്. അടുത്തതായി കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റിൽ വന്നിരിക്കുന്നത് MTech ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ 65% മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് വെച്ചിരിക്കുന്നത് 2 വർഷത്തെ ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് അല്ലെങ്കിൽ കാർബൺ എസ്റ്റിമേഷൻ സർട്ടിഫിക്കേഷൻ ഇൻ കാർബൺ ഓഡിറ്റിങ്ങിലാണ്. മിനിമം 2 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കാർബൺ ഓഡിറ്റിംഗ് പ്രൊജക്ട്സിൽ. കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കോംപ്ലിയൻസ് ഓഫീസറിന് വേണ്ട ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഇൻ എൻവയോൺമെൻറ്റൽ ലോ, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൽ 65% മാർക്കാണ്. എക്സ്പീരിയൻസ് ആയിട്ട് 2 വർഷത്തെ ഡീപ്പ് മൈനിങ് അല്ലെങ്കിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് എൻവയോൺമെൻറ്റൽ എമിഷൻസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോജക്ട്സ് ഇൻ ലാർജ് പെട്രോ കെമിക്കൽ ഫിൽംസിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. സയൻസ് കോണ്ടന്റ് റൈറ്ററിന് വേണ്ട ക്വാളിഫിക്കേഷൻ MSc ഇൻ എർത്ത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസിൽ 65% മാർക്കാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് പ്രോജക്ട്സ് ഇൻ ഡെവലപ്മെൻറ്റ് സെക്ടർ. രണ്ടാമതായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ റിസർച്ച് പ്രോജക്ട്സ് ആൻഡ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 5 peer-reviewed journal articles as first author. ആൻഡ് മൾട്ടി ടാസ്കിംഗ് ഓഫീസറിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. 65% മാർക്ക് ഉണ്ടായിരിക്കണം. DCA ചെയ്തിരിക്കണം. ടൈപ്പിംഗ് എബിലിറ്റി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മൾട്ടി ടാസ്കിംഗ് ഓഫീസറായിട്ട് ഇൻ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല. സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഒരു എഴുത്ത് പരീക്ഷയും കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞേക്കാം. 30 സെപ്റ്റംബർ 2024 ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം.